നിരത്തി എടുക്കും. മിന്നാന്ന് ഞാൻ കഴിഞ്ഞിട്ട് വന്നു, 10-15 സീന് രാവിലെ സീനിൽ 15 ഡ്രസ്സ് വേണം അല്ലേ? വേണം. ചിലത് കണ്ടിന്യൂറ്റി വരും, അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. പക്ഷെ അല്ലാത്തത് ഒരു സീനിലാണ് നടന്നത്. ഇത് പിന്നെ നമുക്ക് അടുത്ത സീനിൽ ഇടാൻ പറ്റില്ല. കുറേ കഴിഞ്ഞിട്ട് ഒരു 100-200 സീന് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പിന്നെ ഇത് റിപ്പീറ്റ് ഇടാൻ പറ്റും. അപ്പൊ അത്ര ഡ്രസ്സ് വേണം നല്ല ചോദിക്കേ. അപ്പം ഇതൊന്നും നമുക്ക് ബ്രാൻഡഡ് എടുത്താൽ മുതലാവില്ല. ബ്രാൻഡഡ് എടുത്ത് 10,000-2,000 രൂപേന്റെ ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ മുതലാവും. ഇതിന് ചില പിന്നെ സ്ഥലങ്ങളുണ്ട് ചെറിയ വിലക്ക് ഷർട്ട് ഇടുന്നത്, 200 രൂപ 300 രൂപയൊക്കെ ഷർട്ട് ഇടും. ആർക്ക് ഈ ബ്രാൻഡ് അറിയാൻ പോകുന്നത്? പക്ഷെ ചില ക്യാരക്ടറെ പുറത്തവരൊക്കെ എടുക്കും കേട്ടോ. സോറി, ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നല്ല അതെ ബോസൊക്കെ ആകുമ്പോൾ കോട്ട് വേണം. ബോസ് ആയ സമയത്ത് എന്താ പ്രശ്നം അറിയോ? എനിക്ക് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അവിടെ കോളേജിൽ, ഹീര കോളേജിൽ ഇത് വേണം, ഓഫീസ് റൂം 15,000 രൂപ അവിടെ വാടക, എനിക്ക് കോട്ട്, ഇതൊക്കെ കോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡോക്ടർ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കോട്ട് വാടക എടുക്കണം, എൻ്റെ കാരവാൻ വേണം, അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികൾ വേണം. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇവരെന്ത് ചെയ്യും? എൻ്റെ സീൻസ് മൊത്തം എടുത്ത് തീർക്കും. അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും. കൂടും. അതുകൊണ്ട് ഞാൻ ജോയ്സ് സാറോടൊക്കെ പറഞ്ഞ്, എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നിങ്ങൾ അങ്ങനെ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അവസാനം എൻ്റെ ഗുണ്ടക്ക് 14 ദിവസത്തെ വർക്കും എനിക്ക് ഒരു ദിവസം. ഞാൻ ജോയ്സ് സാറോട് ചോദിച്ചു, പറഞ്ഞു, ഞാൻ സാറേ എനിക്ക് ഗുണ്ടയാക്കി തരാം പറഞ്ഞ്. ആന്നേ ചേട്ടാ, ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമുക്ക് 2 വാക്ക് ചേട്ടനെ പറ്റി ആരോട് ചോദിക്കാൻ പറഞ്ഞാൽ ചേട്ടൻ ആരുടെ പേര് പറയും? ഇപ്പൊ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള, ഏത് പച്ചപ്പാതിരാത്രിയും വിളിച്ച് 2 തെറി പറയാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട് ആരെന്ന് വെച്ചാൽ ആരുടെ പേര് പറയും? മനീഷിനെ വിളിക്കാം. പിന്നെ നമ്മള് ഇപ്പൊ അടുത്ത അൻസാജ് ഡയറക്ടറാണ്. മരതകം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിപിൻ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നു. മരതകം അതിന്റെ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഇവര് ടീംസൊക്കെ ഇവിടെ വാഴക്കാലയാണ് താമസിക്കുന്നത്, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ വൈകുന്നേരം അവിടെ പോയി കഥ പറച്ചിലും ഇതൊക്കെ ആയിട്ട് സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷേ ഈസ് എ ഗുഡ് ഗൈ. അതുകൊണ്ട് എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ കൂട്ടിയിരിക്കുന്ന ഒരാളാണ്, മനസ്സിലാക്കുന്ന ഒരാളാണ് അൻസാജ്. മേ ബി ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അൻസാജ് ഉണ്ട്, തോമസ് ഊട്ടി ഉണ്ട്, വിളിക്കാൻ വിളിക്കും. തോമസ് ഊട്ടിനെ വിളിച്ച് കഴിഞ്ഞാൽ പക്ഷേ ആദ്യം ആലോചിക്കേണ്ടത് അവൻ ആദ്യം എടുത്ത ഉടനെ ഒരു തെറി വിളിക്കും. ഒരു തെറിയിലാണ് അവൻ തുടങ്ങും. സെൻസർ ചെയ്ത് വിടേണ്ടി വരും നമ്മള്. സെൻസർ ചെയ്തു. പക്ഷെ നിങ്ങളെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളെ നമ്പർ വിളിച്ചോ ആയിരിക്കും. അല്ലെങ്കിൽ ഉറപ്പാണ് ഫസ്റ്റ് തെറി അവന്റെ തെറി തുടങ്ങി. മനീഷ എടാ, ഞാനിവിടെ ഒരു തെറി വിളിക്കല്ലേ, ഞാനിവിടെ ഒരു ഇന്റർവ്യൂലാണേ. അപ്പോ പിന്നെ ഇവർക്ക് എന്നെപ്പറ്റി നവീൻ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്നെപ്പറ്റി എന്തോ നിന്റെ അടുക്ക ചോദിക്കണം എന്ന്. നിങ്ങളെ കൂട്ടുകാരെ ആരെയും വിളിക്കുന്ന പറഞ്ഞിട്ട് വിളിച്ചാണ്. ഞാൻ ഇത് ഗദ്ദാഫിക്ക് കൊടുക്കാം. ചേട്ടാ ഹായ്, എൻ്റെ പേര് ഗദ്ദാഫി എന്നാണ്. ഞാൻ മൈൽസ് ഔട്ട് മേക്കേഴ്സ് എന്ന ചാനലിലെ ആങ്കറാണ്. ഞങ്ങള് ജിഷിൻ ചേട്ടന്റെ സുഹൃത്തുക്കളെ പറ്റി ചോദിച്ച സമയത്ത് മനീഷ് ചേട്ടന്റെ പേര്, നവീൻ ചേട്ടന്റെ പേരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു റിസ്ക്കാ വിളിക്കുന്നത്, കാരണം വിളിച്ച ചിലപ്പോ പച്ച തേക്കായിരിക്കും കേൾക്കുന്നത്. മനീഷ് അങ്ങനെ വിളിക്കുന്നത്, മനീഷ് വിളിക്കുന്നില്ല, മനീഷ് പാവം വിളിച്ചാ. മനീഷ് ചേട്ടാ, അപ്പോ പുള്ളിക്കാരനെ പറ്റി നമുക്കൊന്ന് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ ചേട്ടനെ വിളിച്ചത്. ഈ ജിഷിൻ ചേട്ടനെ പറ്റി ആസ് എ ഫ്രണ്ട് എന്താ മൊത്തത്തില് നമ്മളുടെ അഭിപ്രായം എന്താണ്? പുള്ളിക്കാരനെ പറ്റി ഒരു 3 കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞു തന്നിട്ട് ഒരു 5 കാര്യങ്ങൾ കുറ്റവും പറഞ്ഞാൽ മതി. 3 കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞു, 2 കാര്യങ്ങൾ അതെ. അല്ല, നെഗറ്റീവ് ഒന്നും പറയാൻ കാണില്ല, നെഗറ്റീവേ ഉള്ളൂ. എന്ത് ശങ്കരാടി കാരക്കോട്ടിൽ ദാസനെ പുകഴ്ത്തി പോലെ ചേട്ടൻ മനസ്സ് പറഞ്ഞോ? മനസ്സിലായി. എടാ, ചേട്ടന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തിട്ടോ ജിഷിനെ പറ്റിയുള്ള? ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്താ പറയണ, എന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, ചിലപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ആദ്യം നല്ലത് പറഞ്ഞേക്കാൻ തോന്നുന്നു അല്ലേ? ആദ്യം നല്ലത് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറെ കുറ്റം പറയാം. അല്ല, പിന്നെ നല്ലത് പറഞ്ഞാല് എന്താ പറയാ, ഒരു വാക്കുണ്ടല്ലോ, ഈ കെട്ടവനക്ക് നല്ലവനും നല്ലവനക്ക് കെട്ടവനുമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിന് ഞാൻ ഒരു ഗ്ലാസ് വെച്ചോട്ടെ. നല്ല ആൾക്കാർക്ക് ചിലപ്പോ അവൻ വൃത്തികെട്ടവനായി തോന്നും. പക്ഷെ പിന്നെ എന്നെ പോലെയുള്ള അവന്റെ അതേ സ്വഭാവമുള്ള, ഏറെക്കുറെ അതേ സ്വഭാവമുള്ള ആൾക്കാർക്ക് അവൻ നല്ലവൻ തന്നെ. അതായത് പ്രേമിച്ച നമ്മള് തല കയറ്റി വെക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ കാലിനടിയിലായിരിക്കും. അതെ.
അതെ ഉള്ളത് അങ്ങ് മുഖത്ത് നോക്കി പറയും, അതിന് യാതൊരു മടിയുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, സുഹൃത്തുക്കളെക്കാട്ടും കൂടുതൽ ശത്രുക്കളാണ്. അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ചേട്ടാ മൊത്തത്തില്, ശത്രുക്കളുണ്ടെന്ന് അത് ഈ മുഖത്തോക്കി പറയുന്നുണ്ടോ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് അത് ഇത് ഒരു തമാശയല്ല, ഇത് സീരിയസ് ആയി ഞാൻ കാണാം. എനിക്ക് അവന്റെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ അവന്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. എന്ത് കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ അത്യാവശ്യം പാട്ട് പാടാനും അത്യാവശ്യം ഡാൻസ് ചെയ്യാനും അറിയുന്ന ഒരാളാണ്. ഞാൻ വേറെ കൊണ്ടല്ല, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ. ഇപ്പൊ ജിസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചില്ല. അവരുടെ ആഗ്രഹവും അവന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് അവൻ സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ വന്നത്. ഇപ്പൊ അങ്ങനെയുള്ള ജിസിൻ ഈ ഡാൻസ് റിയാലിറ്റി ഷോക്കൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ വാടാ നമുക്കൊരു ഡാൻസ് റിയാലിറ്റി ഷോ ഉണ്ട് നീ വാ എന്ന് പറയുന്നത്. അതായത് ഡാൻസിന്റെ ഡാ പോലും അറിയാത്ത ജിസിനാണ് അത്രയും കോൺഫിഡൻസ് ഒക്കെ തന്നിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി വിളിച്ചു പോകുന്നത്. അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവല് മനസ്സിലാക്കിയത്. ചേട്ടൻ രണ്ട് ഡാൻസ് കളിപ്പിച്ച് ചേട്ടൻ വിടുന്നുള്ളത് പാട്ട് പാടും പാട്ട് പാട്ട് പാടും ഫുൾ കോൺഫിഡന്റ്. ശാസ്ത്രജ്ഞനെ വിളിച്ചാലും പോകുന്നു. നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അതൊന്നും ഒരു വിഷയമേ അല്ല. പുള്ളി പാടും, അത് പാടും. അതൊരു നല്ലൊരു എന്താ പറയണ്ട നല്ലൊരു പ്ലസ് പോയിന്റിനാണ്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം ആത്മാർത്ഥമായിട്ട് അവന്റെ കൂടെ ജെനുവിനായിട്ട് നിൽക്കുന്നവരോട് അവൻ വളരെ ഇനി എന്താ പോരായ്മകൾ എന്താ പുള്ളിക്കാരൻ മാറ്റേണ്ട എന്തെങ്കിലും കുറ്റം പറഞ്ഞ ആസ് എ ഫ്രണ്ട്? ഇനി ആള് തിരുത്തേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ. മാറ്റേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആസ് എ ഫ്രണ്ട് സഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുള്ളിക്കാരന്റെ. സഹിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും എന്താ പറയണ്ട ഒരുപോലെ കാണാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ബോധം നിൽക്കുന്നവര് തന്നെ പണിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിന്റേതായ ഒരു സെൻസോട് കൂടി കാണണം. ഇപ്പൊ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കാതിരിക്കുക ഒരു പാഠമാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ചിലവരോടൊക്കെ ഇഷ്ടം കൂടുതൽ കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ അന്ധമായിട്ട് വിശ്വസിക്കും. പക്ഷെ നാളൊരു പണി വരുമ്പോ തിരിച്ചത് ഉൾക്കൊള്ളാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവണം. അതൊരു അവന്റെ ഒരു സത്യം പറഞ്ഞ പോരായ്മ തന്നെ വേണം പറയാം. പിന്നെ ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ പഠിക്കണം അല്ലേ? തുറന്ന് അത്രയും തുറന്ന് സംസാരിക്കരുത് ആളുകൾ. നിൽക്കാൻ പഠിക്കണം. പക്ഷേ കണ്ണൂരുകാർക്ക് അതില്ല. നിഷ്കളങ്കന കുറച്ച് കൂടുതലാണ്. ഞാൻ സത്യം പറഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ തുടക്കത്തിലൊക്കെ ഇവരെ പോലെയാണ്. പക്ഷെ എന്താ പറയുക പെട്ടെന്നൊരു ഷോർട്ട് ടെമ്പേർഡ് ഒന്നും അല്ലേ ഞാൻ. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെയാണ്. ഇപ്പം കൂടെ നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞ പോലെ അത്രയധികം ക്ലോസ് ആക്കി നടക്കാനൊക്കെ ഉള്ള ആളാണ്. എന്റെ കുറെ കഴിഞ്ഞപ്പോ ഞാനും എന്റേതായ രീതിയിൽ ഞാനും മനസ്സിലാക്കി ഇങ്ങനെ നമ്മളൊരു ആത്മാർത്ഥ കാണിക്കുന്നതിൽ കാര്യമില്ല. കാരണം തിരിച്ച് അവിടെ നിന്ന് കിട്ടുന്നതിൽ പിന്നെ അതിന്റെ കാര്യമില്ല. ഈ ജിഷിൻ ചേട്ടനെ പറ്റി ഓർക്കുന്ന സമയത്ത് എപ്പോഴും ചിരി വരുന്ന കാര്യം എന്താ? അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്കാരൻ കാണിച്ച അമ്മളിയോ എന്തെങ്കിലും പൊട്ടത്തരോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും പുള്ളിക്കാരനെ പറ്റി ആലോചിച്ച് സംസാരങ്ങളിലാണ് കോമഡി. കാരണം എടുത്തു പറയാൻ പ്രത്യേകിച്ച് നമുക്ക് ആലോചിച്ച് പറയാം. അത് എന്ന് കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തമാശകൾ അവിടെ ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്. അത് നമ്മൾ 2-3 സുഹൃത്തുക്കളുണ്ട്. ഇതിന്റെ ഇടയിൽ വരുമ്പോ ാണ് അത് ഏറ്റവും കൂടുതൽ. ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മളൊരു ഷോ ഒക്കെ ചെയ്ത സമയത്ത്, നമ്മളൊരു ഡാൻസ് റിയാലിറ്റി ഷോ ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒരു എന്താ പറയണ്ട ഒരു ഗ്യാങ് ആയിട്ട് നമ്മളൊരു 2-3 മാസം ഒരുമിച്ചുണ്ടായിരുന്നു. മാസമല്ല, ഒരു 4-5 മാസമായിട്ട് റിഹേഴ്സലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നടക്കുന്ന ഒരുപാട് ഈ സ്പോട്ടായിട്ട് ആലോചിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വരും. സെൻസർ ചെയ്യേണ്ടി വരും. നമ്മള് അത് സെൻസർ ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കൂടെ നല്ല ഫ്രണ്ടാ, നമ്മളുടെ കൂടെ നിന്നോളൂ എപ്പോഴും കട്ടക്ക്. എന്തായാലും ചേട്ടാ സന്തോഷം കേട്ടാ. അതായത് നമ്മള് സീരിയലായി കാണുന്നുണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ചേട്ടനെ പോലെ തന്നെ പുള്ളി തുടക്കം വന്നപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. ഇപ്പോഴും ഏതാണ്ട് വലിയ പിന്നെ വരത പറയായിരുന്നു അവള് പിന്നെ LKG പഠിക്കുമ്പോ മുതൽ കാണാൻ തുടങ്ങി. അന്ന് ഇതുപോലെ തന്നെ മനീഷ് ചേട്ടാ നിങ്ങളെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലേ LKG പഠിക്കുമ്പോൾ മുതൽ. ഇപ്പൊ സ്ഥിരം പറയാന്ന് വെച്ചാൽ എന്നെ എപ്പ കണ്ടു കഴിഞ്ഞാലും ഞാൻ നഴ്സറി പോകുമ്പോ തൊട്ട് തന്നെ പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കല്. അടിപൊളി. അപ്പൊ ചേട്ടാ സംസാരിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ സീരിയലിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഇതുപോലെ തുറന്ന് ഇതുപോലെ പേഴ്സണലി സംസാരിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കി ഞാൻ വിളിക്കുമ്പോ തരാടാ നിനക്ക് കേട്ടാടാ. ബാക്കി ഞാൻ വിളിക്കുമ്പോ തരാം.
ഇപ്പൊ പറഞ്ഞേക്കാവേ. ഓക്കെ, നിന്നെ പറ്റി അതിന് മോശമൊന്നും ഇല്ലല്ലോടാ. എന്തെങ്കിലും ഉണ്ടാവണേ, എവിടെയെങ്കിലും കിട്ടുവാ. ഞാൻ നോക്കട്ടെ. മോശമില്ലാത്ത ഒരുത്തമില്ലല്ലോ. നീ ഉണ്ടല്ല സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരുത്തൻ. വെച്ച് പോടാ. താങ്ക്സ് രാമുത്തെ, താങ്ക് യു.